സംഘർഷങ്ങൾ അവസാനിപ്പിച്ച് സമാധാനം തിരികെ കൊണ്ടുവരാനുള്ള പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ പരാജയപ്പെട്ടിട്ടും വീരവാദങ്ങൾ മുഴക്കുന്നത് തുടരുകയാണ് പാക് നേതാക്കൾ. നിലവിൽ രാജ്യങ്ങൾക്കിടയിൽ നാണം കെട്ട അവസ്ഥയാണ് പാകിസ്ഥാനുള്ളത്. ചർച്ചകൾക്ക് മുൻപ് തന്നെ ഇസ്രായേൽ പാകിസ്ഥാനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. പിന്നാലെയാണ് ചർച്ചകൾ പരാജയപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നത്. ഇസ്ലാമാബാദിൽ വെച്ചായിരുന്നു സമാധാന ചർച്ചകൾ നടന്നത്. ചർച്ചകൾ തീരുമാനമാകാതെ പിരിഞ്ഞെങ്കിലും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്നും പാകിസ്ഥാൻ പിന്നോട്ടു പോയിട്ടില്ല. ചർച്ചകളിൽ പങ്കെടുത്തതിന് ഇറാനും അമേരിക്കയ്ക്കും വിദേശകാര്യമന്ത്രി ഇസ്ഹാഖ് ദാർ നന്ദി പറഞ്ഞു. സമാധാന ചർച്ചകൾക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് ആതിഥേയത്വം വഹിക്കാൻ കഴിഞ്ഞത് പാകിസ്ഥാന്റെ ബഹുമതിയാണെന്ന് മന്ത്രി അവകാശപ്പെട്ടത്. ഇസ്ലാമാബാദിൽ സമാധാന ചർച്ചകൾ നടത്തിയതിന് ഇറാനും അമേരിക്കയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു. മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല ലോകമെമ്പാടും സ്ഥിരതയ്ക്ക് ഒരു നല്ല സൂചനയാണിത്. ഭാവിയിൽ ഇരുപക്ഷവും വെടിനിർത്തൽ കരാറുകൾ പാലിക്കുന്നത് തുടരുമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി പ്രത്യാശയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. സമാധാനത്തിനായുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾ ഇനിയും തുടരുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. സമാധാന ചർച്ചകളിൽ പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസിം മുനീർ ഒരു പ്രധാന പങ്ക് വഹിച്ചതായും അദ്ദേഹം എടുത്തു പറഞ്ഞു. വെടിനിർത്തൽ ചർച്ചകളുടെ പല ഘട്ടങ്ങളും സുഗമമാക്കിയത് അസിം മുനീറാണെന്നും മന്ത്രി അവകാശപ്പെട്ടു. അമേരിക്കയും ഇറാനും തമ്മിൽ 21 മണിക്കൂർ ചർച്ചയാണ് ഇസ്ലാമാബാദിൽ നടന്നത്. ഇരുപക്ഷവും പല വിഷയങ്ങളിലും ധാരണയിലെത്തിയെങ്കിലും ആണവായുധങ്ങൾ, ഹോർമുസ് കടലിടുക്ക് എന്നീ സുപ്രധാന കാര്യങ്ങളിൽ സമവായത്തിലെത്താൻ ഇരു രാജ്യങ്ങൾക്കും സാധിച്ചില്ല. ചർച്ച നടത്തുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് താൻ ചർച്ചകളിൽ പങ്കെടുത്തതെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. എന്നാൽ അമേരിക്കയുടെ നിബന്ധനകൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറാകുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. വാൻസും സംഘവും ഇസ്ലാമാബാദിൽ നിന്നും അമേരിക്കയിലേക്ക് മടങ്ങി. അതേസമയം അമേരിക്ക അമിതമായ ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചതെന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ ആരോപിക്കുന്നത്. ചർച്ചകൾ അവസാനിച്ചോ എന്നും എന്തെങ്കിലും വ്യത്യാസങ്ങൾ അവശേഷിക്കുന്നുണ്ടോ എന്നും ട്രംപ് ഭരണകൂടം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെയും യുദ്ധത്തിൽ കൊല്ലപ്പെട്ട മറ്റുള്ളവരുടെയും ദുഃഖസൂചകമായി കറുത്ത വസ്ത്രം ധരിച്ചാണ് ഇറാൻ പ്രതിനിധി സംഘം വെള്ളിയാഴ്ച എത്തിയത്. അതേസമയം ഇസ്ലാമാബാദ് ചർച്ചകൾ പരാജയപ്പെട്ടാൽ അതിന്റെ അനന്തരഫലങ്ങൾ പാകിസ്ഥാനെ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത വിധത്തിൽ വേട്ടയാടിയേക്കാമെന്നും വ്യക്തമാക്കിയിരുന്നു. നയതന്ത്രാതിഥേയത്വം വഹിക്കാനുള്ള ഇസ്ലാമാബാദിന്റെ തീരുമാനം ആഗോളതലത്തിൽ പ്രസക്തി ഉറപ്പിക്കാനുള്ള ഒരു ശ്രമം മാത്രമല്ല, മറിച്ച് തന്ത്രപരമായ സ്വയം സംരക്ഷണത്തിന്റെ ഒരു നടപടിയാണ്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ പിരിമുറുക്കങ്ങൾ വേഗത്തിൽ പാകിസ്ഥാനുമായി ഏറ്റുമുട്ടലിലേക്ക് തിരിയുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു. സൗദി അറേബ്യയുമായുള്ള പാകിസ്ഥാന്റെ പ്രതിരോധ കരാർ കണക്കിലെടുക്കുമ്പോൾ ഇറാനുമായുള്ള സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നത് ഒഴിവാക്കാനുള്ള ഒരു ശ്രമമായാണ് ഒരു കരാർ ഉറപ്പിക്കാനുള്ള അതിന്റെ അടിയന്തരാവസ്ഥയെ കാണുന്നത്. പാകിസ്ഥാന്റെ ഭൂമിശാസ്ത്രവും നയതന്ത്രവും അതിനെ തുലാസിൽ തൂങ്ങിക്കിടക്കുന്നു. ദക്ഷിണേഷ്യ, മധ്യേഷ്യ, മിഡിൽ ഈസ്റ്റ് എന്നിവയുടെ കവലയിലിരിക്കുന്നതിനാൽ ഇറാൻ ഉൾപ്പെടുന്ന ഏത് സംഘർഷത്തിനും അത് നേരിട്ട് വിധേയമാണ്. ഏറ്റവും പ്രധാനമായി ടെഹ്റാന്റെ പ്രധാന എതിരാളിയായ സൗദി അറേബ്യയുമായി ഇസ്ലാമാബാദ് അടുത്ത പ്രതിരോധ ബന്ധം നിലനിർത്തുന്നു. ചർച്ചകൾ പരാജയപ്പെടുകയും അയൽ രാജ്യമായ ഇറാനുമായി യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയും ചെയ്താൽ പാകിസ്ഥാൻ ഒരു ദുസ്വപ്നം നേരിടേണ്ടി വരും. ദക്ഷിണേഷ്യ വിദഗ്ധനായ അബ്ദുൽ ബാസിദ് BBC-യോട് ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്. മാത്രമല്ല, പാകിസ്ഥാന്റെ നിരാശ അറിയിക്കാതിരിക്കാനാണ് നേതാക്കൾ ഇത്തരത്തിൽ പ്രസംഗിക്കുന്നത്. US ഇറാൻ സമാധാന കരാർ പരാജയപ്പെട്ടതിൽ പാകിസ്ഥാൻ വൻ നിരാശയിലാണ്. അതിൽ അതിശയിക്കാനില്ല എന്നാണ് നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.